നിൽക്കുന്ന മുത്താണ് ഈ നിൽക്കുന്ന എന്റെ ശിഷ്യ സാന്ദ്ര. ഇവളുടെ നേട്ടത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അതിലേറെ നമ്മൾ സാന്ദ്രയുടെ പിതാവ് ജോണിച്ചേട്ടനെയാണ് അഭിനന്ദിക്കേണ്ടത്. ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് തന്റെ മകളുടെ കഴിവിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ഈ പിതാവ് ഇടയ്ക്കിടയ്ക്ക് ഓരോ തലചുറ്റിലും. പേടിക്കാനൊന്നുമില്ല. 4 കൂട്ടം മരുന്ന് എഴുതിയിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് വേഗം തരാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോള്? വാങ്ങിച്ച മരുന്ന് കഴിക്കാതിരിക്കാൻ പറ്റും. ഇപ്പൊ തന്നെ 4ാമത്തെ ഡോക്ടറെ ചികിത്സയാ. ഈ പപ്പയുടെ ഒരു കാര്യം എനിക്ക് പോയില്ല വേണ്ടത്, മറിച്ച് രോഗകാരണത്തെയാണ് കണ്ടെത്തേണ്ടത്. താൻ ഒന്നാമതെത്താൻ വേണ്ടിയുള്ള ആവേശത്തിൽ ഓട്ടത്തിനിടയിൽ അമിതമായ കിതപ്പിൽ സംഭവിച്ച ഒരു കുഴഞ്ഞു വീഴൽ. അതിനുശേഷം നടക്കുകയും ഓടുകയും ചെയ്യുമായിരുന്ന സാന്ദ്രയ്ക്ക് അമിതമായി കഴിച്ച മരുന്നുകളുടെ ദൂഷ്യഫലങ്ങളാണ് കാലുകൾ തളർത്തിയത്. അൺബ്രാൻഡഡ് ടാബ്ലറ്റുകളും ഓവർഡോസ് കൂടിയ ഗുളികകളും കഴിച്ചാണ് നിങ്ങളുടെ കുട്ടി. ഓരോ അസുഖങ്ങൾക്കും ഈ പ്രകൃതിയിൽ തന്നെ അതിനുള്ള മരുന്നുകളുണ്ട്. പക്ഷേ അത് കണ്ടെത്താനോ ഉപയോഗിക്കാനോ ആരും ശ്രമിക്കുന്നില്ല. വ്യാജമരുന്നുകളും വ്യാജ ഡോക്ടർമാരുടെയും ചികിത്സകൾ കാരണം അനേകായിരങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു. അതുകൊണ്ട് നമ്മെ ശ്രദ്ധിച്ചേ മതിയാകൂ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ കാണണ്ടേ? അങ്ങോട്ട്